ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗ് ആയിട്ട് വന്നു. കാരണം നമ്മുടെ ചങ്ങായി ആരും വന്നിട്ടില്ല. എന്റെ പഴയ ചങ്ങായി, ഇപ്പോഴത്തെ ചങ്ങായി ഷാലുണ്ട്. എൻ്റെ എല്ലാമായ ചങ്ങായി ഷെരീഫ്, ബുക്കിനെടുക്കാൻ നെല്ലിക്കട്ട ഷെരീഫ്. എന്താ ഷെരീഫ് എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്? നമ്മ ഇപ്പോൾ കസാലിന്റെ ഉള്ളിൽ ഷെരീഫിനെ കുറിച്ച് രണ്ട് ഇൻട്രൊഡക്ഷൻ. ഈ കൊറോണന്റെ സമയത്ത്, ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരു തരംഗം തന്നെ പറയാം. വാട്സാപ്പിലൂടെ വോയിസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് എല്ലാവരും ആ ബേജാറിനെല്ലാം തീർത്തത് നമ്മളെ ഷെരീഫ് ഉക്കിനെടുക്കാൻ. ഷെരീഫ് ഉക്കിനെടുക്കാന്റെ പേജില് ഒരു ഇൻസ്റ്റഗ്രാം പേജ് തന്നെ ഉണ്ട്. അതില് ഷെരീഫ് നീ മാത്രമല്ല, അല്ല കുറെ ആളുണ്ടാ? ഓ മാത്രമല്ല ആ ഗ്രൂപ്പിൽ. അല്ല, പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരുപാട് എന്തെല്ലോ പോകുന്നുണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത്? അതായത് എങ്ങോട്ടെങ്കിലും പോകുന്നു നീ എന്തൊക്കെ പറഞ്ഞു? ഞാനിപ്പോ വർക്ക് പോയല്ലേ. പന്നൂരാണ് പന്നിയല്ല, പന്നിയാ? പന്നൂരാണ് പന്നി. എന്താണ് പന്നി എടുക്കുന്ന? അന്നൂരാണ്. പണ്ടൊരാൾ വന്നിട്ട് എല്ലാരും ഉപ്പം നിൽക്കുന്നു, നമ്മുടെ ഉപ്പ് നിൽക്കുന്നില്ല. ഇത് ഞാൻ പറയട്ടെ, അതായത് പണ്ടൊരാൾ പറയുന്നുണ്ട് എല്ലാരും ഉപ്പ മരിക്കുന്നു, എന്റെ ഉപ്പ മരിക്കുന്നില്ല. നമ്മുടെ ഉപ്പ നിൽക്കും, ലാസ്റ്റ് നമ്മുടെ ഉപ്പ മരിക്കുന്നു. നമ്മുടെ ഉപ്പ നിൽക്കുന്നല്ലേ. അങ്ങനെ ഒരു ഇത് വരുന്നത്. അതായത് ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാരും മരിക്കാൻ പോകുന്ന ഒരു സൂചനയാണ് ഇപ്പൊ ഷെരീഫ് തന്നത് നമുക്ക്. അപ്പൊ ഇവിടുന്ന് പോകുന്ന സുനാമി എന്ന് വരുന്നതാണ്. പിന്നെ അതല്ല, ഇന്നലെ വന്നില്ല അല്ലേ? അല്ല, മഴ വന്നിട്ടില്ല. നിക്കറാ ഒരു 50 രൂപ കണ്ടിരുന്നു. ഈ ചൂടിനെ എങ്ങനെ ചെക്കിന് അങ്ങനെ പറയാനുള്ള ചൂടിന് പക്ഷെ ഈ ചൂടിന് കാരണം എന്തോന്ന് പറയോ? ചൂട് അല്ല, ഇതിടക്ക് ചൂടിന് കാരണം ചൂടല്ല, അതിന് ജനങ്ങൾ എന്തെങ്കിലും ആക്കിനാ ബുദ്ധിമുട്ടാക്കിയ. എല്ലാവരും പറയുന്നത് മേരം കൊത്തി അങ്ങനല്ല, പക്ഷെ അതിലൊന്നും ഓന് വിശ്വസിക്കുന്നില്ല. അത് ചൂടിന് ചൂടന്നെ കാരണം അല്ല ഷെരീഫ. കാരണം ഞാൻ പറയാ, ഈ ഷെരീഫ് ഈ പറഞ്ഞ നോക്കണ്ട, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാ, ചൂട് അന്ന് ഇന്ന് ഒരുപോലെ തന്നെ വരുന്നത്. പക്ഷെ ഇപ്പൊ ഞമ്മക്ക് കൂടുതലായിട്ട് കൊള്ളാൻ കാരണം ഞമ്മടെ കൊറേ മേരെല്ലാം കൊത്തിരി ചാടിയോണ്ട് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. ഇനിയൊരു നിങ്ങൾക്കെല്ലാം വേണ്ടി ഒരു ഷെരീഫിന്റെ ഒരു പാട്ടുണ്ട്, കാര്യമായൊരു പാട്ട്. അത് രണ്ടുപേര് തന്നെ ഉണ്ടാവും. അത്ര നല്ല കാട പോയി സത്യം. ഓക്കെ, റെഡി? വേണ്ട ദൃശ്യമാണ്. മണ്ണിൽ മൂന്ന് മലവിളിയുണ്ട്, മണ്ണിൽ മൂന്ന് മലവിളിയുണ്ട്. ഓക്കെ, അടിപൊളി ഒരു പാട്ടാണ് നമ്മളെ ഷെരീഫിൻ്റെത്. മാഷാഅല്ലാ, എന്തായാലും നല്ലൊരു അടിപൊളി ഇത്. അപ്പൊ നമ്മൾ കുറെ ദിവസത്തിന് ശേഷം ഒരു ബ്ലോഗ് തന്നെ ഇന്ന് ഓപ്പൺ ആക്കാൻ കാരണം എന്താ അറിയോ? നമ്മളെ ഷെരീഫിനെ കിട്ടിയുണ്ട്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മ പണ്ട് ഒന്നിച്ചൊരു തൽക്കടിയിലാക്കിയത്. അപ്പൊ ഷെരീഫ് പറയുന്നത് നമുക്ക് ഇനി തൽക്കടി തുടങ്ങണോന്ന്. അപ്പൊ തൽക്കടി കാര്യമാക്കിട്ട് പോലെ കുറച്ച് അങ്ങനെ, അതായത് കുറച്ച് സെറ്റപ്പ് ആക്കിട്ട് കൊണ്ടുവരും. അതായത് എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. അപ്പൊ എല്ലാ ആഴ്ചയിലും ഷെരീഫ് അതിൽ സജീവമായിട്ടുണ്ടാവും. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് വരുന്നത് അറിയിക്കൂ. അപ്പൊ എല്ലാവരോടും ഒക്കെ ബൈ ബൈ.